അങ്ങനെ നമ്മൾ വൈറൽ ട്രെൻഡിങ് ആയിട്ടുള്ള ബൺ മസ്ക ഞാനും ഉണ്ടാക്കിയിട്ടാണ്. മധുരം കഴിക്കണ്ടെന്ന് വിചാരിക്കും തോറും കഴിക്കലോട് കഴിക്കലായി. ഒരുവിധ ശരീരത്തിന് ഹാനികരമായിട്ടുള്ള സാധനങ്ങളൊന്നും ഞാനങ്ങനെ കഴിക്കാറില്ല. പക്ഷേ മധുരം മാത്രം ഇതുവരെ കൺട്രോളിലായിട്ടില്ല. എപ്പോഴും കഴിക്കണ്ടെന്ന് വിചാരിക്കും, പക്ഷേ അത് കഴിക്കണ്ടെന്ന് എപ്പോൾ വിചാരിക്കുന്നോ അപ്പോഴൊക്കെ നന്നായി കഴിക്കും. അപ്പോൾ ഇനി നന്നായി കഴിച്ചാലോ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പോൾ ഇനി കഴിക്കൽ കുറവായാലോ, നമ്മളെ ലോ ഓഫ് അട്രാക്ഷനിൽ അങ്ങനെയൊക്കെ പറയാറില്ലേ, അങ്ങനെ. പിന്നെ ഇത് ഉണ്ടാക്കാൻ അധികം സാധനങ്ങളൊന്നും വേണ്ട. കുറച്ച് മിൽക്ക് മെയ്ഡും അതുപോലെ ബണ്ണും ബട്ടറും മാത്രം മതി. പിന്നെ ചിലരൊക്കെ വാനില എസൻസൊക്കെ ചേർക്കും. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, പിന്നെ മേടിക്കാനായിട്ട് മറക്കുകയും ചെയ്തു. അത് കാരണം അത് ഇട്ടില്ല. അത് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ മധുരം ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും. മധുരം കൂട്ടണ്ട, അതായിരിക്കും എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നമ്മൾ അത് മിക്സാക്കി പിന്നെ ബണ്ണ് നടുമുറിച്ചു. ഇത് ബണ്ണ് ഞാൻ ചൂടാക്കുകയൊന്നും ചെയ്തില്ല കേട്ടോ, അതിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്തു, പിന്നെ ക്ലോസ് ആക്കി. പിന്നെ ഇത് ചുറ്റിലും അത് കുറച്ചൊരു അലങ്കാരത്തിനായിട്ട് പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇത് കഴിച്ചു നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, ഞാൻ വിചാരിച്ച പോലെയല്ല. ഇപ്പോൾ വിചാരിക്കും നിങ്ങൾ ആദ്യം ഉണ്ടാക്കിയത് വേറെ സ്ഥലത്ത്, ഇതെന്താ വേറെ സ്ഥലത്ത് നിന്ന്. ആദ്യം ഒരു പാക്കറ്റ് ബണ്ണേ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, പക്ഷേ അത് തികഞ്ഞില്ല. നല്ല ടേസ്റ്റുള്ള കാരണം എല്ലാവരും നല്ല പോളിംഗ് ആയിരുന്നു. അപ്പോൾ വീണ്ടും ഒരു പാക്കറ്റും കൂടെ മേടിച്ചിട്ട് വീണ്ടും ഉണ്ടാക്കിയിട്ട് ചെയ്തതാണ്. മറ്റേത് അകത്തിരുന്നിട്ടാണ് ചെയ്തത്, ഇത് അടുക്കളയിൽ വെച്ചിട്ടാണ് ചെയ്തത്. അതാണ് വ്യത്യാസം കേട്ടോ. പിന്നെ ഇറാനി ചായ ഞാൻ ഉണ്ടാക്കിയില്ല, കാരണം മധുരമുള്ള പലഹാരം മധുരമുള്ള ചായയും കഴിക്കുമ്പോൾ എനിക്കിത് എന്തോ തീരെ ബുദ്ധിമുട്ടാണ്, വയറിനൊരു സുഖമില്ലാത്ത പോലെ. അപ്പോൾ അത് കാരണം അത് ഉണ്ടാക്കിയില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.